ആക്ഷൻ ഹീറോ ആയിട്ട് മാറും ഓണസ്റ്റ്ലി. എനിക്കറിയില്ല. പ്രേമലു 2 എന്തായാലും 2025 ആവും. കാണണമെന്ന് പറയണ എടോ വേറെ ഇരിക്കാൻ പറയുന്നത് ഉള്ള ആർട്ടിസ്റ്റുകളാണ്. അതിൽ പ്രധാനപ്പെട്ട നടൻ അദ്ദേഹത്തിനില്ല, ഉടനെ വരും. പിന്നെയുള്ള ഞങ്ങളെല്ലാം സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സർ, പ്ലീസ് ബാക്കി ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള സന്ദീപ്, ഷോൺ, ശിവ, കാർത്തിക് എന്തില്ല, അനക പ്ലീസ്, ഫ്രാങ്കോ, ബാക്കിയുള്ള പ്ലീസ്, കോച്ച്, ഇച്ചിരി സൈഡ് റോൾ ക്യാമറ റോളിംഗ്
തല്ലുമാലിക്ക് ശേഷമുള്ള ഒരു ആക്ഷൻ സിനിമയല്ല ഇത്. ഇത് ആക്ച്വലി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്പോർട്സ് കോമഡി സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പോർട്സാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ബേസ് ആയിട്ട് വരുന്നത്. ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അത് തന്നെയാണ് നമ്മളുടെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും. സോ കഥാപശ്ചാത്തലം അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. സോ ഇതൊരു ടീനേജ് സ്പോർട്സ് കോമഡി സിനിമയാണ്, ഒരിക്കലും ഒരു ആക്ഷൻ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ചെയ്ത സിനിമകളെല്ലാം ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ്, എല്ലാം പലതും. എന്താണ് അങ്ങനെ പലതും ചൂസ് ചെയ്യാനുള്ള കാരണം? അങ്ങനെ ചൂസ് ചെയ്യുന്നതല്ല, അത് ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യുന്നതല്ല. ഓരോ കഥകൾ ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോക്സിംഗ് എന്ന് പറയുന്ന സ്പോർട്ടാണ് നമ്മൾ ഈ സിനിമയിൽ ബേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ആ സ്പോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പോർട്ടാണ്. സോ അതിലുമായിട്ട് കണക്ട് ആയി വന്നൊരു കഥ വന്നപ്പോൾ അത് ചെയ്തു, അത്രേ ഉള്ളൂ. ആലപ്പുഴയിൽ നടക്കുന്ന ഫൈറ്റ് സ്റ്റോറിയാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആലപ്പുഴയിലുള്ള ആളുകളുടെ കഥയാണ്. അപ്പോൾ അവിടെ നിന്നാണ് മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും വരുന്നത്. സോ അങ്ങനെ പറയുമ്പോൾ ആലപ്പുഴയാണ് ഒരു ലൊക്കേഷൻ ബേസ് എന്ന് പറയുന്നത്. താങ്ക് യു. പറഞ്ഞ പോലെ തന്നെ 200 കോടിക്ക് ശേഷമുള്ള ആദ്യത്തെ സിനിമ, എന്താണ് ഒരു പ്രതീക്ഷ? വലിയ പ്രതീക്ഷ. പിന്നെ റഹ്മാനിക്കയുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇവിടെ ഫസ്റ്റ് പടം അല്ല, സെക്കൻഡ് പടം തൊട്ട് ഞാൻ ചാൻസ് വെച്ച് നടക്കുന്നതാണ് ഉണ്ട. അപ്പോൾ ഇപ്പോഴാണ് ആ ലോട്ടറി വീണത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. സ്പോർട്സ് കോമഡി ജോണറാണ്. ഇത് ചെയ്യാത്തൊരു പരിപാടിയാണ്, നല്ല അധ്വാനമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ തന്നെ കൺസിഡർ ചെയ്തതിലധികം നല്ല ക്രൂ ആണ്, കാസ്റ്റും നമ്മൾ കുറേ യങ്സ്റ്റേഴ്സാണ്. നസ്ലിനുണ്ട്, ലുക്കുണ്ട്, ജനക്കയുണ്ട്, സന്ദീപ് ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ബാക്കി ഇനി 10-50 ദിവസത്തെ പരിപാടിയാണ്. ഷൂട്ട് എറണാകുളത്തും ആലപ്പുഴയൊക്കെ ആയിട്ട് ബേസ് ചെയ്ത് നടക്കുന്ന പരിപാടിയാണ്. എന്തായാലും ഇതൊരു പുതിയ പരിപാടിയായിരിക്കും മലയാള സിനിമയിൽ, ഇതുവരെ കാണാത്തൊരു പരിപാടിയാണ് എന്തായാലും. പിന്നെ ഫൈറ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, നമ്മൾ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ പരിപാടി. എൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞുമലിൻ്റെ റിലീസും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നെങ്കിൽ പോലും നമ്മളെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നുണ്ട്. നമ്മുടെ കോച്ച് വന്നിട്ട് ബോക്സിംഗ് കോച്ച് വന്നിട്ട് ജോഫിൽ എന്ന് പറഞ്ഞ ആളാണ്. നമ്മുടെ പിന്നെ വെയിറ്റ് ട്രെയിനിങ് കോച്ച് എന്ന് പറഞ്ഞാൽ ഷിഫാസ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള സഹകരണവും അധ്വാനവും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പരിപാടികൾ പോകുന്നു. നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. റീസെൻ്റായിട്ട് ടോവിനൊരു ഇൻ്റർവ്യൂ കണ്ടേ, റിയലിസ്റ്റ് കാര്യങ്ങൾ ചെയ്യാനാണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഫൈറ്റും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും നല്ല കിട്ടുന്നൊരു പേടി ഇതൊക്കെയാണ്. ശരിക്കും ഇത് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർക്ക് ചെറിയ ഇഞ്ചുറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നസ്ലിനായാലും ലുക്കൂനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു പരിപാടി. ലൈക്ക് എന്താ പറയുക, ബോക്സിംഗ് ആകുമ്പോൾ കുറേ പഞ്ച് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയായിട്ട് ത്രില്ലുണ്ട്, എക്സൈറ്റ്മെൻറ്റ്. തിരിച്ചു കൊടുക്കാൻ അത് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. രണ്ടാമത്തെ അല്ല, ആക്ച്വലി മൂന്നാമത്തെ സിനിമയാണ്, സാലിമിന് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഡയറക്ടറിന് ഞാൻ ഭയങ്കര ഫാനായിട്ടുള്ള ഒരു ഡയറക്ടർ. അപ്പോൾ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. പിന്നെ മാത്രമല്ല, ഇതൊരു ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ഒരുപാട് പ്രിപ്പറേഷൻ വേണ്ട ഒരു സിനിമയുടെ ഒരു ഇതാണ്, അങ്ങനത്തെ ഒരു ജോണറാണ്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പ്
അതിൻ്റെ ഒരു മെയിൻ ജോണറായിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാൻ. ക്യാരക്ടറെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളത്? ക്യാരക്ടർ ഇപ്പോൾ ഒന്നും അറിയാൻ പറ്റില്ല. ഇത് വേറെ നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്ന ശിവ. അല്ല, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. കുമാരൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമകളാണ് ചെയ്യുന്നതെല്ലാം പലതരം ജോണറുകളാണ്, എല്ലാം വ്യത്യസ്തത നോക്കുന്നത്. അതിൽ നിന്ന് ഇതെന്ത് ആ ഒരു എക്സ്പെക്ടേഷനിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. റഹ്മാൻഖയുടെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേയധികം ഹിറ്റ് സിനിമകളുടെ ഭാഗമായ കുറേ ആൾക്കാർ ചേർന്നു. പിന്നെ ഇപ്പോൾ 3-4 മാസമായിട്ട് എല്ലാവരും ഒരുമിച്ചുണ്ട്, പ്രാക്ടീസും ഇതൊക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ചുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ബോണ്ടൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും സിനിമയിൽ റിഫ്ലക്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ ചെക്കാ, തല്ലുമാലയ്ക്ക് ശേഷം ചെയ്യുന്ന കാലിദകുമാരായിട്ട് ചെയ്തിരുന്ന ഒരു ഫൈറ്റ് ബോക്സ്, എന്താണ് എക്സ്പെക്ടേഷൻസ് കാര്യങ്ങൾ? അല്ല, ഞാനും എല്ലാവരെ പോലെ തന്നെ ഞാനും ഇത് എങ്ങനെ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തല്ലുമാല പോലൊരു സിനിമയല്ല, ഇത് വേറെ തന്നെ റഹ്മാൻ്റെ സ്റ്റൈൽ അറിയാമല്ലോ, എല്ലാ സിനിമയും ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് സത്യത്തിൽ എനിക്കും അത്രയൊക്കെ തന്നെ അറിയാം. ആൾ തന്നെയാണ് ഇതിനകത്ത് കൂടുതൽ ഇപ്പോൾ ഫൈറ്റും കാര്യങ്ങളുണ്ട്, ബോക്സിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഡയറക്ഷനിലുള്ളൊരു അത് അല്ല, റഹ്മാൻഖാനോട് കൂടെ വർക്ക് ചെയ്യുക, റഹ്മാൻ ഖാലിദിനോട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് എപ്പോഴും എല്ലാ ആക്ടേഴ്സിനും സന്തോഷമുള്ളതാണ്. അതുപോലെ എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ 3ാമത്തെ സിനിമയാണ് ഉണ്ട തല്ലുമാല ഇപ്പോൾ ഈ പട്ടം. അപ്പോൾ എന്തായാലും എല്ലാ അടിപൊളിയായി വരട്ടെ എന്നുള്ളത്. 3 മാസങ്ങളായി ബോക്സിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത് ആ ഒരു ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക്. 3 മാസമായിട്ട് ഞങ്ങൾ എല്ലാ ആക്ടേഴ്സും എല്ലാ കാസ്റ്റ് എല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിലും ബോക്സിങ് ആണെങ്കിലും എല്ലാം. അപ്പോൾ അതിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രിംഡായി ഇതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒക്കെ അപ്പുറം സിനിമ എങ്ങനെ വരും ടോട്ടലി ഇതിൻ്റെ ഔട്ട്പുട്ടാണല്ലോ. ഇപ്പോൾ നമ്മൾ എന്താ സംസാരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കാത്തുക റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതിനു മുമ്പ് തല്ലുമാല ഒരു ഫൈറ്റ് മൂവി തന്നെയാണ്, ഇതൊരു ഫൈറ്റ് കാര്യം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം? രണ്ടും ഡിഫറൻ്റ്ലി വ്യത്യാസം ഉണ്ടാവും. എന്തായാലും വേറെ തന്നെ പരിപാടിയായിരിക്കും ഇത്. മറ്റെന്താണെന്ന് വെച്ചാൽ തല്ലുമാല ഒരു വേറെ സ്റ്റൈൽ ഓഫ് പരിപാടിയല്ലേ. അവർ അറിയാലോ, ഇതിപ്പോൾ ഞാനല്ല പറഞ്ഞത്, റഹ്മാനെ അറിയാലോ, എല്ലാവർക്കും അറിയണമല്ലേ. അവൻ്റെ എല്ലാ സിനിമകളും 4 സിനിമകളും എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ ഇത് വേറെ തരം സിനിമയായിരിക്കും. എന്നിട്ട് ഇതിലും ഫൈറ്റ് ഉണ്ട്. അത് ബോക്സിങ് തന്നെയാണ്, അമേച്ചർ ബോക്സിംഗ് ആണ് മെയിനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് എന്തായാലും ബാക്കി ഷൂട്ട് എടുക്കട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇല്ല, റഹ്മാൻ്റെ 2 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഹ്മാൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എനിക്കറിയാം. ഡിഫറെൻറ്റ് ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഡയറക്ടറാണ്. ഇത്തവണ ഇതുവരെ ചെയ്യാത്തൊരു ജോണറാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഈസ് പ്രൊഡ്യൂസിങ്, ഈസ് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്. അപ്പം പിന്നെ മൊത്തം ടീം എനിക്കറിയുന്നത്, അഭിനയിക്കുന്നവർ മാത്രമാണ് കുറച്ച് പുതിയ ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേട്ടെടുത്തോളം ദിസ് ഇസ് ഗോയിങ് ടു ബി ഫാന്റാസ്റ്റിക്. അടിപൊളിയാവട്ടെ, നന്നായി വരട്ടെ. ഇല്ല, അല്ലല്ല, വേറെ ഒരു കാറ്റഗറി ഓഫ് അങ്ങനെയാണ് കാസ്റ്റിംഗ്. ഞാൻ ആപ്റ്റ് അല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. കഥ കേട്ടപ്പോൾ തമിഴാണ് അടുത്ത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തുടക്കം മുതലേ റഹ്മാൻഖാട് പടങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. റഹ്മാൻഖാട് പടങ്ങളെല്ലാം ഇഷ്ടമുള്ള ഒരാളാണ്. കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ബോക്സിംഗ് പഠിക്കുന്നതായിട്ടുള്ള വീഡിയോസ് വീഡിയോസ് അല്ല, ഒരു ഫോട്ടോ അതേപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ബോക്സിംഗ് റിലേറ്റഡ് മൂവിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രാക്ടീസ് നെസ്ലി ഇപ്പോൾ ഒരു കോമഡി റോളുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റിലെ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ട് പടത്തിൽ. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ് എങ്ങനെ വരും എന്നുള്ളത് അറിയാനായിട്ട്. കൂടുതലും ആദ്യം വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത്? അല്ലല്ല, ഇതിനു മുമ്പും എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ. സന്ദീപ് ആണെങ്കിലും ഫ്രാങ്കോ ഉണ്ട് ഇതിൽ. അപ്പോൾ തണ്ണീർമത്തലിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ഇവരെല്ലാവരെയും നേരത്തെ അറിയുന്നതാണ്. വർക്ക് ചെയ്യുന്നത് കുറേ നാൾക്ക് ശേഷം, ഇപ്പോൾ ഫ്രാങ്കോനായിട്ട് കുറേ നാൾക്ക് ശേഷമാണ്. പിന്നെ ബാക്കി ഉള്ളവരായിട്ടെല്ലാം ആദ്യമായിട്ടാണ്. പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ലുക്കുനെ അറിയാം. അപ്പോൾ എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആളുടെ ഓരോ സിനിമകളും ഓരോ ജോണർ പലത് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഡയറക്ടറാണ്. അപ്പോൾ ആളുടെ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ വരിക, ഇങ്ങനെ ഒരു സിനിമ വരിക എന്ന് ആദ്യമേ തന്നെ വന്നപ്പോൾ എന്താണ് ആ സിനിമ?
ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ കഥ കേട്ട് അത് ഭയങ്കര രസമുണ്ട്. അപ്പോൾ അത് കൂടുതൽ സന്തോഷം തോന്നി. അതിലേക്ക് ഇന്നാവാൻ അത് അതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ റോൾ എത്രത്തോളം ചാലഞ്ച് ചെയ്യണം? കാര്യം കണ്ടുവരുന്ന ഒരു സിനിമയിലെ പോലെയല്ലേ, ഇതൊരു ബോക്സിംഗ് ടൈപ്പ് മൂവിയാണെന്ന് പറഞ്ഞു അല്ലേ? ഇതൊരു ബോക്സിംഗ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് കോമഡി ജേണറിൽ വരുന്ന ഒരു മൂവി ആണ്. അപ്പോൾ തീർച്ചയായും കോമഡി എലമെൻസും എല്ലാം ഉള്ളൊരു പരിപാടിയാണ്. നോക്കാം എന്തായാലും. ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ പരിപാടി എങ്ങനെ വരും എന്നുള്ളത് അറിയാനായിട്ട്. ബോക്സിംഗ് പ്രാക്ടീസ് നടന്നപ്പം ഇവരോടൊപ്പം പ്രാക്ടീസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഫണ്ണായിരുന്നു? ഭയങ്കര ഫണ്ണായിരുന്നു. എല്ലാവരുമായിട്ടൊരു റാപ്പ് ഇതിനു മുമ്പേ തന്നെ ഒരു കുറച്ച് നാൾ മുമ്പേ ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ടും ആ ഒരു റാപ്പും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. ഈ സിനിമ കഴിയുമ്പം ആക്ഷൻ ഹീറോ ആയിട്ട് മാറും ഓണസ്റ്റ്ലി? എനിക്കറിയില്ല. പ്രേമലു 2 എന്തായാലും 2025 ആവും എന്തായാലും. പുതിയ കാസ്റ്റ് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവോ പ്രേമലു 2? അതൊന്നും എനിക്കറിയില്ല. അതെല്ലാം ഗിരീഷ് ചേട്ടനോടും ഭാവന സ്റ്റുഡിയോസിനോടും ഒക്കെ ചോദിക്കേണ്ടി വരും. അടിപൊളി. എന്തായാലും താങ്ക് യു എല്ലാവരോടും വന്നതിൽ. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. താങ്ക് യു.